നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. ഈ മതം വിട്ടുപോയിട്ടുള്ള ഹാർപ്പിക് എന്ന് പറയുന്ന ഈ പരമചെറ്റ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. മദ്രസയിൽ പഠിപ്പിക്കുന്നത് മതം വിട്ടുപോയവനെ കൊല്ലാനാണ്, അല്ലെങ്കിൽ അന്യമതസ്ഥരെ കൊല്ലാനാണെന്നൊക്കെയാണ് ഇപ്പം വന്നിരുന്നുണ്ട്. ഈ ചില സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുണ്ട് ഈ കൊടിച്ചിപ്പട്ടി ഓരയിടുന്നതാണ് ഓരയിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ മതം വിട്ടുപോയിട്ട് ഈ മതത്തെ വെച്ചാണ് ജീവിക്കുന്നത്. ഇവൻ ആ മതത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അലി അക്ബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രോമസിംഹൻ ഈ മതം വിട്ടുപോയവനാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മതം വിട്ടു പോയിട്ടുണ്ട്. ഇവരെ ആരും ഇവിടെ ഇസ്ലാമിസ്റ്റുകളോ അല്ലെങ്കിൽ ഇവൻ പറയുന്ന കണക്ക് ജിഹാദികളൊന്നും കൊല്ലാനൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ കൊല്ലാനായിരുന്നുണ്ടെങ്കിൽ ഇവൻ ഇത് വന്നിരുന്ന് പറയുമായിരുന്നു. താഴേക്ക് 40 വട്ടം ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ഇവിടെ നല്ല ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഒരു മതവും മറ്റു മതസ്ഥരെ ഇഴുത്താനോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ കൊല്ലാനോ പഠിപ്പിക്കുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീനെന്നാ നിനക്ക് നിന്റെ വിശ്വാസം, നീ മറ്റുള്ളതിനെ തള്ളി പറയാതിരിക്കുക എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി പ്രത്യേക ചില പാഠങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് സംഖ്യകളും കാസയും കൊടുക്കുന്ന അച്ചാരം വാങ്ങി തിന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ചൊറിയുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇവനെ എതിർക്കാൻ ആരും പോകാത്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചുരണ്ടി ഇരിക്കുന്നത്. പിന്നെ സ്വന്തം ഭാര്യനെയും മക്കളെയോ നോക്കാത്ത, മാതാപിതാക്കളെ നോക്കാത്ത, 2ഓ 3ഓ ഒക്കെ കെട്ടി അഴിഞ്ഞാടി നടക്കുന്ന ചെറ്റ ഇതല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? എന്താണ് നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരികൾ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു നോക്കുക. ഇവർ പറയുന്ന എന്താണ് ഷൂ നക്കി എന്നൊക്കെ പറയും. നമ്മളുടെ അഹമ്മദ് മാഷ് ഒരു പ്രസംഗം നടത്തിയതിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെയുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയേക്കാൾ മുന്തിയ സേനാനിയാണ് ആര്? സവർക്കർ. കാരണം ഇവിടെയുള്ള നേതാക്കൾ മുഴുവൻ ഇവിടെ കിടന്നാണ് ഫൈറ്റ് ചെയ്തത്. സവർക്കർ അവിടെ ചെന്നു, UK അവിടെ ബ്രിട്ടനിൽ ചെന്നിട്ട് അവിടെ പോയിട്ടാണ് അയാളെ തട്ടിയത്. അതെ, മനസ്സിലായ? അങ്ങനത്തെ സമരസേന. ഒരു വ്യക്തിക്ക് മതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുഖത്ത് എത്രത്തോളം മീശ ഉണ്ടെന്ന് നോക്കിയാൽ മീശ കൂടുകയും താടി കുറയുകയും ചെയ്താൽ അത് ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം താടി കൂടെ മീശ കുറയുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. താടിയും മീശയില്ലെങ്കിലോ നമ്മളെ എല്ലാവരും ഒന്നാണ്, കുല്ലുൻ സവാവുൻ എന്നാണ് പറയുന്നത്. ഫമൻ എൽതമിസു ഫീഹി ഇൽമൻ സഹല്ലാഹു ലഹു ബിഹി ത്വരീഖുൻ ഇലാ ജന്നതി എന്നാണ്. ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കലും ഖുർആന്റെ അകത്ത് ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല, ആയുഹൽ നാസ് എന്നാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ. ഇന്ന് ലോക അറബി ഭാഷാ ദിനം. ഭാഷയ്ക്കും മാനവികതയ്ക്കും അതിരുകളില്ല. അറബി ഭാഷ പഠിച്ചും പഠിപ്പിച്ചും കല്ലടിക്കോട് GLP സ്കൂളിലെ ദിവ്യ ടീച്ചർ. ഏതൊരു ഭാഷയും മാനവികമാണ്. ഭാഷയ്ക്ക് അതിരുകളില്ല. കഴിഞ്ഞ 13 വർഷമായി കല്ലടിക്കോട് GLP സ്കൂളിൽ അറബി അധ്യാപികയായി കഴിയുന്ന ദിവ്യ ടീച്ചർ പറയുന്നു. 2011 ഞാൻ കല്ലടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത്. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷാ പഠനമുണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം അറിഞ്ഞതും കൊണ്ടാണ് എൻ്റെ +2 പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കുവാനായി ഞാൻ തൃശ്ശൂര് വെങ്കടങ്ങിലുള്ള സൽസബിൽ അറബി കോളേജിൽ ചേർന്നതും അവിടെ നിന്ന് BA അഫ്ലലുലുമ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം 2011 ഞാൻ കല്ലടിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ എത്തുന്നതും ഇവിടെ വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്യുന്നതും. പാലാ സ്വദേശിനിയായ അധ്യാപിക തൃശൂർ സൽസബീൽ കോളേജിൽ നിന്നാണ് അറബിക് BA പഠനം പൂർത്തിയാക്കിയത്. അച്ഛനാണ് അറബി ഭാഷ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. അടിസ്ഥാന അക്ഷരങ്ങൾ വേഗത്തിൽ വഴങ്ങിയതോടെ താല്പര്യം വർദ്ധിച്ചു. പഠനം പൂർത്തിയാക്കിയ ഉടൻ കല്ലടിക്കോട് സ്കൂളിൽ ജോലി കിട്ടി. രക്ഷിതാക്കളും സഹാധ്യാപകരും ഭാഷാപരമായ സംശയങ്ങൾ ചോദിക്കാൻ ദിവ്യയുടെ അടുക്കൽ വരും. നമുക്ക് പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. അതായത് അധ്യാപിക മാത്രമായിട്ടല്ല, വെളിരാജ്യങ്ങളിൽ പോയാൽ പോലും ട്രാൻസ്ലേഷൻ ആയാലും 28 ലോക രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയായ അറബി. അതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും ജോലി ഉറപ്പുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ. പിന്നെ ഇവിടെ നല്ലവരായ നാട്ടുകാർ ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട്. എല്ലാ ഭാഷയും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ്. അതിൽ ഇന്ന ആൾക്ക് ഇന്നതെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇന്നതോ ക്രിസ്ത്യാനികൾക്ക് ഇന്നതോ മുസ്ലിങ്ങൾക്ക് ഇന്നതോ ഒന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അറബിക് മത്സരങ്ങളിൽ സ്കൂളിനെ മികച്ച വിജയത്തിലേക്ക് പ്രാപ്തമാക്കിയതും ടീച്ചറാണെന്ന്
പ്രധാനാധ്യാപിക ബിന്ദു പറഞ്ഞു. ഒരു അറബിക് പഠിപ്പിക്കാൻ ദിവ്യ എന്നു പേരുള്ള ഒരു അധ്യാപിക വന്നത് കൗതുകത്തോടെയാണ് വിദ്യാലയവും രക്ഷകർത്താക്കളും നോക്കിക്കണ്ടത്. പക്ഷെ ഇന്ന് ടീച്ചറെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അറബിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു. അറബിക് കലോത്സവങ്ങളിൽ മക്കളെ മികച്ച രീതിയിൽ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോകുന്നു. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾക്കാണെങ്കിലും അവരുടെയും മനസ്സിൽ ഇന്നും ടീച്ചർ അറബിക് അധ്യാപകനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ടീച്ചർക്കുള്ള പ്രത്യേക അംഗീകാരവും. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സെമറ്റിക് ഭാഷയാണ്. ഒരുപാട് പ്രചാരമുള്ളതാണ്. അതിന് മനോഹാരിതയുണ്ട്. അതിന്റെ ഉച്ചാരണമാണ് അതിന്റെ മനോഹാരിത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു ഭാഷയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാവട്ടെ, ഈ നാടിനുണ്ടാവട്ടെ. അറബി ഭാഷാ പഠനത്തിന് അനന്ത സാധ്യതയാണുള്ളത്. ലോകത്തെവിടെയും സംസാരിക്കുന്ന ഭാഷ. അറബി മനോഹരവും മൊഞ്ചുള്ളതുമായ ഭാഷയാണെന്നും ദിവ്യ പറഞ്ഞു. 2010 മുതൽ ഐക്യരാഷ്ട്രസഭ അറബി ഭാഷാചരണത്തിന് പ്രാധാന്യം നൽകി വരുന്നു. ഈ വാർത്ത ഞാനിവിടുത്തെ ഈ ഹാർപ്പിക് ഊളയ്ക്ക് അങ്ങോട്ട് കൊടുത്തേക്കുക. ഹൈന്ദവ സഹോദരി അവർ അറബി ഭാഷ പഠിച്ച് ആ അറബി ഭാഷയെക്കുറിച്ചിട്ടും ഖുർആനെ കുറിച്ചിട്ടും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. അതുകൊണ്ട് പറയുകയും ചെയ്യും. എന്തായാലും ഈ സംഘപരിവാറിൽ നിന്നും കാസയിൽ നിന്നുമൊക്കെ അവൻ കൊടുക്കുന്ന എച്ചിലും വാങ്ങി തിന്നിട്ട് ഒരു സമുദായത്തെ ഇഴുത്തി കാണിക്കാൻ വേണ്ടി ഇതുപോലെ വന്നിരുന്നുണ്ട് കൊടിച്ചിപ്പട്ടി ഓരയിടുന്ന കണക്ക് ഓരയിടുമ്പോൾ നിന്നെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷനാണ് വീണ്ടും വീണ്ടും ഇവൻ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നീ സൂക്ഷിക്കുക. കാരണം ഈ സംഘപരിവാർ തന്നെ ചിലപ്പം 8ന്റെ പണി നിനക്ക് തരും. അത് എന്നിട്ട് ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് എടുത്ത് വെക്കാനും അവരാരും മടിക്കത്തില്ല. ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത 2 ഇനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സംഘിയും ഒന്ന് ജൂതന്മാരുമാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു കാലം അത് വിദൂരമല്ല. നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയും മക്കളെയും നോക്കാതെ ഇതുപോലെ വൃത്തികേടും പറഞ്ഞു കിടക്കുന്ന ഇവനെ പോലെ വൃത്തികെട്ടവർക്ക് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ്. എന്തായാലും ആ ടീച്ചർ, ആ സഹോദരി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതുപോലെ നമ്മുടെ നാട്ടിൽ 100 കണക്കിന് 1000 ജനങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഈ ഒരു ഐക്യവും നമ്മളിവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നത്. വിശകല എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങൾ ടീച്ചർ എന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ടീച്ചറാണ്. സഹോദരി നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്, മറ്റൊന്ന് നമ്മുടെ നാടിൻ്റെ അപമാനമാണ്. ഇവനെപ്പോലുള്ള വൃത്തികെട്ടവന്മാരും ഇതുപോലുള്ള ചില കൂതറകളുമാണ് നമ്മുടെ രാജ്യത്തിന് അപമാനം, നമ്മുടെ രാജ്യത്തിന് നാശം. എന്താണെങ്കിലും സമ്മാനം മേടിക്കാൻ ഒരിക്കൽ താഴെ വരിക തന്നെ ചെയ്യണം. കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.